Welcome to Simplifying Law. Today we are going to discuss about limitations of general defenses and its case laws. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ലിമിറ്റേഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഈ വീഡിയോ. അടുത്ത ലിമിറ്റേഷനാണ് മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ടോർട്ടിൻ്റെ അണ്ടറിൽ മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റോ മിസ്റ്റേക്ക് ഓഫ് ലോയോ ഒരു ഡിഫെൻസ് അല്ല. അതായത് ഞാനിപ്പോൾ അറിഞ്ഞുകൊണ്ട് ഒരാളുടെ കൊടയെടുത്തു, അതായത് എൻ്റെ കൊടയെ പോലെ ഉണ്ടായതുകൊണ്ട് ഞാൻ കൊടയെടുത്തു, ഒരു മിസ്റ്റേക്കായിട്ട് ഞാൻ എടുത്തതാണെങ്കിൽ പോലും അത് ട്രസ്പാസ് ഓഫ് ഗുഡ്സിൻ്റെ അണ്ടറിൽ വരും. ഇതിൽ വരുന്നൊരു കേസാണ് ബേസ്ലി വേഴ്സസ് ക്ലാക്സൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ വേറൊരാളുടെ ലാൻഡിലേക്ക് നമ്മുടെ ആണെന്ന് പറഞ്ഞ് പ്രവേശിച്ചു കഴിഞ്ഞാൽ അത് ട്രസ്പാസ് ഓഫ് ലാൻഡ് ആണ് എന്ന് പറയുന്ന കേസാണിത്. അടുത്ത ലിമിറ്റേഷനാണ് നെസസിറ്റി. ഒരു ഡിഫെൻഡൻറ്റ് ഒരു ആക്ട് ചെയ്തു. എന്തിനാ ആക്ട് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേറ്ററായിട്ടൊരു ഹാം വരുന്നുണ്ട്. ആ ഹാം പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊരു ആക്റ്റോ അല്ലെങ്കിൽ ചെറിയൊരു ഹാമോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്താണ്, ടോർട്ടിൻ്റെ അണ്ടറിൽ ലയബിൾ അല്ല. ഇത് വന്നിട്ടുള്ള മാക്സിമാണ് നെസസിറ്റാസ് നോൺ ഹാബിറ്റ് ലീഗം എന്ന് പറയുന്നത്. അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ നെസസിറ്റി ഹാസ് നോ ലോ. അതായത് ഒരു നെസസറി ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഗ്രേറ്റർ ആയിട്ടുള്ള ഒരു ഹാം വരുന്നു എന്നുള്ളതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ ഒരു ആക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് ടോർട്ടിൻ്റെ അണ്ടറിൽ ലയബിൾ ആണെന്ന് പറയാൻ പറ്റില്ല. ഇതിൽ വരുന്നൊരു കേസാണ് മൗസ് കേസ് എന്ന് പറയുന്നത്. ഇതിൽ ഡിഫെൻഡൻറ്റ് ഷിപ്പിലുള്ള കുറേ ഗുഡ്സിനെ ഓവർബോർഡ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിലേക്ക് എറിഞ്ഞു. എന്തിനാ അത് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിപ്പിൽ ഓവർലോഡ് ആയിക്കഴിഞ്ഞാൽ ഷിപ്പ് മുങ്ങാനുള്ളതും അതുപോലെ ആ ഷിപ്പിലുള്ള ആൾക്കാർ മുങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അവിടുത്തെ നെസസറി ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഈ സാധനങ്ങളെ ഈ ലോഡിനെ ഒഴിവാക്കുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഡിഫെൻഡൻറ്റ് ഒരിക്കലും ലയബിൾ ആവില്ല എന്നാണ് പറയുന്നത്. അടുത്ത കേസാണ് കോപ്പ് വേഴ്സസ് ഷാർപ്പ് എന്ന് പറയുന്നത്. ഇതിൽ ഡിഫെൻഡൻറ്റ് പ്ലെയിൻറ്റിഫിൻ്റെ ലാൻഡിലേക്ക് എൻട്രി ചെയ്തു. എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഥലത്ത് തീ ഉണ്ടായിരുന്നു. അപ്പോൾ ആ തീ പടർന്നിട്ട് നെയ്ബറിങ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ മുഴുവൻ പടരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫെൻഡൻറ്റ് അയാളുടെ സ്ഥലത്ത് കയറിയിരുന്നു. അപ്പോൾ ഇവിടെ എന്താണ്, നമുക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമായിരുന്നു ആ തീ സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് ഡിഫെൻഡൻറ്റ് ലയബിൾ അല്ല എന്നാണ് പറയുന്നത്. അടുത്ത ലിമിറ്റേഷനാണ് സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി. നമുക്കറിയാം സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതോറിറ്റി ഓഫ് ലെജിസ്ലേഷൻ ആണെന്ന്. അപ്പോൾ ഈവൻ ദോ പ്ലെയിൻറ്റിഫിന് ഒരു ഹാമോ ലോസോ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഈ സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി ലയബിൾ അല്ല ഈ പൈസ കൊടുക്കാൻ, കോമ്പൻസേഷൻ കൊടുക്കാൻ. പക്ഷേ പ്ലെയിൻറ്റിഫിന് കോമ്പൻസേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. സ്റ്റാറ്റ്യൂട്ട് പ്രകാരമുള്ള ലോ അനുസരിച്ചിട്ട് ഇവർക്ക് കോമ്പൻസേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. ഇതിൽ വരുന്നൊരു എക്സാമ്പിളാണ്, ഇപ്പോൾ ഒരു റെയിൽവേ ലൈൻ കൺസ്ട്രക്ട് ചെയ്തു, നിങ്ങളുടെ പ്രോപ്പർട്ടിയിലാണ് ആ റെയിൽവേ ലൈൻ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ലാൻഡ് അക്വിസിഷൻ ലോ പ്രകാരം നമുക്ക് കേസ് കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ നമുക്ക് പറ്റും. പക്ഷേ നമ്മുടെ ഈ റെയിൽവേ ലൈൻ നമ്മുടെ വീട്ടിൻ്റെ ഉമ്മർത്താണ്. അപ്പോൾ ട്രെയിൻ പോകണ കാരണം നമുക്ക് ന്യൂസൻസ് ഉണ്ട് അല്ലെങ്കിൽ വൈബ്രേഷൻ ഉണ്ട്, പുകയുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കേസ് കൊടുക്കാൻ പറ്റില്ല. കാരണം അതൊരു സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കേസ് കൊടുക്കാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ സ്ഥലത്താണെങ്കിൽ നമുക്ക് കൊടുക്കാം. കാരണം ലാൻഡ് അക്വിസിഷൻ പ്രകാരം നമുക്ക് കേസ് കൊടുക്കാം. അപ്പോൾ ഓരോ പെർട്ടിക്കുലർ സ്റ്റാറ്റ്യൂട്ട് പ്രകാരം നിങ്ങൾക്ക് നിയമമുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ലോ ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. അതല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി ഒരിക്കലും ലയബിൾ ആവില്ല. അതിൽ വരുന്നൊരു കേസാണ് ഹാമർ സ്മിത്ത് റെയിൽ കമ്പനി ബ്രാഞ്ച് എന്ന് പറയുന്നത്. ഇതിൽ പ്ലെയിൻറ്റിഫ് ഒരു പ്രോപ്പർട്ടീൻ്റെ ഓണറായിരുന്നു. അതിൻ്റെ അഡ്ജോയിനിങ് ആയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ അടുത്തായിട്ട് ഒരു റെയിൽവേ ട്രാക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ റെയിൽവേ ട്രാക്കിൽ നിന്നുള്ള നോയ്സ്, വൈബ്രേഷൻ, സ്മോക്കൊക്കെ നമ്മളെ അഫക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, സ്ഥലത്തിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ കേസ് കൊടുത്ത സമയത്ത് കോടതി പറഞ്ഞത് അതൊരു സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റിയാണ്, അതുകൊണ്ട് ഒരിക്കലും അവർ ലയബിൾ ആവില്ല എന്നാണ് പറഞ്ഞത്. അടുത്തൊരു മാക്സിം അതല്ലെങ്കിൽ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് എക്സ്റ്റർപി കോസ് നോൺ ഓർട്ടർ ആക്ഷു എന്നാണ്. അതായത് പ്ലെയിൻറ്റിഫ് ദ റോങ് ഡൂയർ. പ്ലെയിൻറ്റിഫിന് ഇഞ്ചുറി പറ്റിയത് പ്ലെയിൻറ്റിഫിൻ്റെ തന്നെ വല്ല ആക്ട് കൊണ്ട് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കോമ്പൻസേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ഒരിക്കലും അയാൾക്ക് ഹാം പറ്റിയത് ആരുടെ ഭാഗത്ത് തെറ്റുകൊണ്ടാവരുത്, ഡിഫെൻഡൻറ്റിൻ്റെ ആവരുത്, പ്ലെയിൻറ്റിഫിൻ്റെ ഭാഗത്ത് കൊണ്ട് മാത്രമായിരിക്കണം. ഇവിടെ പ്ലെയിൻറ്റിഫും ഡിഫെൻഡൻറ്റും ഒരു ടോർഷ്യസ് ആയിട്ടുള്ള ആക്ട് ചെയ്തിട്ട് ഇഞ്ചുറി വന്നു എന്നുണ്ടെങ്കിൽ പ്ലെയിൻറ്റിഫിന് കോമ്പൻസേഷൻ ഡിഫെൻഡൻറ്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. ജനറൽ ഡിഫെൻസസും ലിമിറ്റേഷൻസും കേസ് ലോസൊക്കെ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് പീജൻ ഹോൾ തിയറി നോക്കാം. Thank you for joining me. I hope you found it helpful. Don't forget to like and subscribe for more law related contents. Thank you.